അയ്യാൻ ആൻഡ് ഇസ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നമട കായലോരത്താണ്. ഇന്ന് ഒരു കുട്ടനാടൻ സ്പെഷ്യലാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആരാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വീഡിയോയിൽ കാണാം. നമ്മൾ ഇന്ന് പാചകം ചെയ്യാൻ പോകുന്ന ആളെ പരിചയപ്പെടാം. ഈ ഹൗസ് ബോട്ടിലെ ഷെഫാണ് വരുന്നത്. ഹലോ, നമസ്കാരം. നിങ്ങളൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണ് അല്ലേ? ആണ്. വർഷങ്ങളായിട്ടുള്ളവരാണോ? ഒത്തിരി വർഷങ്ങളായി അല്ലേ? എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? കുഴപ്പമാണ്. അപ്പൊ നമ്മുടെ ഉണ്ടല്ലേ? അതിപ്പോ ഈ കൊറോണയൊക്കെ വന്നപ്പോ നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വന്നല്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുക്കിംഗ് ഷെഫിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാനോ? ഒന്ന് കാണിച്ചു തരാമോ? ഇതാണല്ലേ നിങ്ങളുടെ കിച്ചൺ? ഇതാണ് കിച്ചണ്. ഇതാണോ ഷെഫ്? ഇത് ഹെൽപ്പർ അല്ലേ? അപ്പൊ നിങ്ങൾ ഇവര് നല്ല എങ്ങനെ ഇവര് കുക്കിങ്ങിലൊക്കെ ഉഷാറാണ് അല്ലെ? ഇവര് ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ട് വർഷങ്ങളായിട്ടുള്ളതാണല്ലോ നിങ്ങൾ രണ്ടാളും. അപ്പൊ മോന്റെ പേരെന്താ? റിച്ചു. നമ്മുടെ പേരെന്താ? സെബാസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു കുക്കിങ്ങിലേക്ക് കടന്നാലോ? ഓക്കെ. ഹൗസ് ബോട്ട് നല്ല സെറ്റപ്പ് ആണല്ലേ ഇത്? പിന്നെ ഇത് ഫാമിലിയൊക്കെ വന്ന് പോകുമ്പോ എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇതിന്റെ? 9 രൂപയാണ് സ്റ്റാർട്ടിങ് ബെഡ്റൂമിന്. പിന്നെ എന്ന് പറയുമ്പോഴത്തേന് സൺഡേ മൺഡേ അവർ റേറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ പോകും. റേറ്റ് കൂടുതലാണ് ആ ഒരു സെറ്റപ്പില്. അപ്പൊ ഇനിയും കൂടുതലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിലാവുന്ന ഓണറുമായിട്ട് സംസാരിക്കും. സീസണിൽ കൂടുതലായിരിക്കും. സീസണിൽ കൂടുതലായിരിക്കും. അല്ല, നോർമൽ ഡേയ്സിലൊക്കെ വളരെ ചീപ്പ് പ്രൈസിലൊക്കെ അങ്ങനെയാണല്ലേ? ഈ ആലപ്പുഴ പുന്നമടയില് ഹൗസ് ബോട്ടിങ്ങിന് വരുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വോട്ടിന്റെ ഹൗസ് ഓണറുടെ നമ്പര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ എന്താണ് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? താറാവ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു കറിയാണ് താറാവ്. താറാവ് നല്ല കുരുമുളകും പിന്നെ മല്ലിപ്പൊടിയും എല്ലാം ഇട്ടുള്ള ഒരു ഉഗ്രൻ കുട്ടനാടൻ കറിയാണ് ഇപ്പോൾ വെക്കാൻ പോകുന്നത്. അപ്പൊ കുട്ടനാടന്റെ സ്പെഷ്യലായ താറാവ് കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് കണ്ടു കാണാം. ഓക്കെ. അപ്പൊ താറാവ് കറിയുടെ റെസിപ്പി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാവോ? നമ്മളിപ്പോ 1 കിലോ താറാവാണ് കറി വെക്കാൻ പോകുന്നത്. 1 കിലോ താറാവ്. 1 കിലോ താറാവിന് വേണ്ടത് ഒരു 2 സബോള, ഒരു 2 കിഴങ്ങ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് വറുത്താണ് എടുക്കുന്നത്, കറിവേപ്പില, പിന്നെ 2 തക്കാളി, പിന്നെ ഒരു പിടി ഉള്ളി, പുതിന, പിന്നെ കറിവേപ്പില, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് തരിയായിട്ട് പൊടിച്ചത്, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ചെറുതായിട്ട് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കിസ്മിസ് ഉണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ തേങ്ങാപ്പാല്. 3 തരത്തിലുള്ള തേങ്ങാപ്പാലാണ്. അതായത് തലപ്പാലുണ്ട്, പിന്നെ 2ാം പാല്, പിന്നെ 1ാം പാല്. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും അവസാനം അത് ഏറ്റവും അവസാനമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. ആദ്യം നമ്മൾ സാധാരണ പല ഒരു സമയങ്ങളിലുള്ള താറാവായിരിക്കും ഇത്. അതായത് പ്രായത്തിൽ മൂത്തത് കാണും, ഇളയത് കാണും. അപ്പം നമ്മൾ ആദ്യം കുക്കറിൽ ഇട്ട് ഒരു 2 ഫിസിൽ അടിച്ചതിന് ശേഷമാണ് താറാവ് കറിയിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ താറാവ് ആദ്യം കുക്കറിലിട്ട് നമ്മൾ കുറച്ച് അതിൻ്റെ ചേരുവകളൊക്കെ നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഉള്ളി ചേർത്ത്, ശകലം പുതിന, 2 കറിവേപ്പില, ശകലം ഉള്ളി, മഞ്ഞപ്പൊടി, പേരിന് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, പച്ചമുളക് നമ്മൾ കീറി വെച്ചിട്ടുണ്ട്, 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ അല്പം വെളിച്ചെണ്ണ. അത് നമുക്ക് ഇതിനൊരു ചെറിയൊരു ടേസ്റ്റിനും പിന്നെ കുക്കറിൽ കൂടുതൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നമ്മൾ നല്ലപോലെ ഇളക്കി
കുക്കറിൽ വെച്ച് ഒരു 2-3 ഫിസിലടിച്ച് കഴിഞ്ഞാൽ ഇറച്ചി നല്ല പാകത്തിന് വേകും. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ കുക്കറിൽ ഇറച്ചി പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഒരു 3 ഫിസിൽ കഴിവതും കൊടുക്കുക. പിന്നെ ഈ താറാവിൻ്റെ ആ ഒരു പ്രായം അനുസരിച്ചാണ് ഫിസിലിൻ്റെ കണക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3 ഫിസിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മറ്റുള്ള കറി ചേരുവകളിലേക്ക് പോകാം. നമുക്കിനി അടുത്തത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അടുത്തത് ചട്ടി ചൂടാകുമ്പം എണ്ണ ഒഴിച്ച് നമുക്കത് അടുത്തത് വറക്കേണ്ട സമയമായി. അപ്പം ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് അത് വറുത്തെടുക്കാം. ചട്ടി ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ വറുത്തെടുക്കാം. അതിനുശേഷം ഈ അണ്ടിപ്പരിപ്പ് ഏകദേശം മൂത്തിട്ടുണ്ട്. അത് നമ്മൾ കോരി ആദ്യം മാറ്റി വെക്കും. അതിനുശേഷം കിസ്മിസ് ഇട്ട് വറക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കുന്നത്. ഇടുക. ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറുതായിട്ട് അത് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് മൂക്കണമെന്നില്ല, ചെറുതായിട്ട് വാട്ടി എടുത്താൽ മതിയാവും. കുറേശ്ശെ നമ്മൾ 2 ഘട്ടങ്ങളായിട്ടാണ് വാട്ടിയെടുക്കുന്നത്. ഒരുപാട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. കിഴങ്ങ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പ്രധാന പാചകത്തിലേക്ക് നമുക്ക് പോകാം. ഇറച്ചിയും ഏകദേശം പാകമായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് ഈ എണ്ണയിലേക്ക് എല്ലാം കംപ്ലീറ്റ് വറയിലിടുകയാണ്. വറയിലിട്ട് ഇത് കറിയുടെ പ്രധാന ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ താറാവ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തുറന്ന് നമുക്കതിൻ്റെ എങ്ങനെയാണോ അതിൻ്റെ വശങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, താറാവ് ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു കറിയിലേക്ക് പോകാം. നേരത്തെ വറുത്ത് വെച്ച എണ്ണയാണ്, അത് തന്നെ നമുക്കിനിയും ഉപയോഗിക്കാം. ഇനി അടുത്തത് നമ്മൾ ഈ ചേരുവകളായിട്ട് ചേർന്ന് നമ്മൾ ആദ്യം കറിവേപ്പില ഇത് മൂപ്പിച്ച് 2 കഷ്ണം പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് അതിടുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതിടാം. സവോള, മൂത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ഇടുന്നതായിരിക്കും. ഇനിയിപ്പോൾ അത് പെട്ടെന്നൊന്ന് മൂക്കാൻ വേണ്ടി അല്പം നമ്മൾ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് അതിന് വിതറി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് സവോള മൂക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. മൂത്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്ന നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾക്കെല്ലാത്തിനും, നാടൻ കറികൾക്കെല്ലാത്തിനും നമ്മളെപ്പോഴും ചുവന്നുള്ളി ഇടുന്നത് എപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ആരും മറക്കരുത്. ഉള്ളിക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഉള്ളി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി ആദ്യം എടുത്ത് വെച്ചിരുന്ന തക്കാളിയും കൂടെ ഇതിനകത്തിട്ട് കുറച്ചായിട്ട് ചെറുതായിട്ട് വാടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. തക്കാളി വാടി കഴിയുമ്പോൾ നമ്മൾ മസാല അതെല്ലാം അതിനകത്ത് ഇടുന്നതായിരിക്കും. എന്ത് കറി വെച്ചാലും ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇടുക. അതൊരു
നമ്മുടെ ഒരു രീതിയാണ്. രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമാണ്. മഞ്ഞപ്പൊടി അത്യാവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി നമ്മുടെ എല്ലാ വിഷാംശങ്ങളെയും നീക്കം ചെയ്യുന്നതാണ് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടുകാർക്കുള്ളതാണ്. മഞ്ഞപ്പൊടി ഇട്ടു. അതിനുശേഷം മല്ലിപ്പൊടി ഇതിനകത്ത് ഈ നമ്മുടെ താറാവ് കറിക്ക് പ്രാധാന്യമുള്ളതാണ് മല്ലിപ്പൊടി. 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ ഇടാം മല്ലിപ്പൊടി ഇട്ട് നല്ലതുപോലെ വരട്ടുക. ഇനി അല്പം ഗരം മസാല, അത് ആവശ്യത്തിന്. കാര്യം നമ്മൾ കുരുമുളക് പൊടിയും കുരുമുളക് ചതച്ചാക്കി ഇടുന്നതാണ്. ഗരം മസാല ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക് നല്ലതുപോലെ ഭസ്മമായി പൊടിച്ചത്, അത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഏറ്റവും അവസാനം നമ്മൾ കുരുമുളക് ചെറുതായിട്ട് പൊടിച്ചതിടും. അതായത് നമുക്ക് കഴിക്കുമ്പം ചെറുതായിട്ട് കടിക്കത്തക്ക രീതിയിലുള്ള കുരുമുളക് പൊടിയായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇത് കുറച്ചായി കഴിഞ്ഞപ്പം, പാചകമായി കഴിയുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നതായിരിക്കും. ഏകദേശം മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇടുകയാണ്. ഇതാണ് നമ്മുടെ താറാവ് കറിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. കുരുമുളക് നല്ലതുപോലെ താറാവ് കറി വരുമ്പോഴാണ് താറാവിൻ്റെ ആ ഒരു കുട്ടനാടൻ രീതിയിലുള്ള താറാവ് കറിയുടെ ഒരു ഫലം വരുന്നത്. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പരിസരവാസികളെല്ലാവരും, നമ്മുടെ ഈ ഹൗസ് ബോട്ടിൻ്റെ ഈ മേഖലകളിലെല്ലാവരും പിന്നെ ഈ താറാവ് കറിയുടെ മണം കേൾക്കുമ്പോൾ തന്നെ കുട്ടനാടുകാരെല്ലാവരും ചാടി വീഴുന്നതാണ്. നല്ല ഒരു സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഏകദേശം ഒരു ഏതാനും നിമിഷങ്ങൾക്കകം താറാവ് കറി ശരിയാകുന്നതായിരിക്കും. അപ്പം മസാല ഏകദേശം നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. നല്ല മസാലയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിനകത്തിട്ട് നമ്മൾ കുക്കറിലടിച്ച പകുതി വെന്ത താറാവിന് നമ്മൾ ഈ ചേരുവയിലേക്ക് ഇടുകയാണ്. അപ്പം ഏകദേശം ഒരു 90% താറാവ് കറി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനകത്തുള്ള ഈ വെള്ളവും കൂടി നമ്മൾ ഇതിനകത്തിട്ട് ആഡ് ചെയ്യുകയാണ്. താറാവിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങി. താറാവ് ഇറച്ചിയുടെ സ്മെല്ല് നല്ലതുപോലെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി മറിച്ച് കൊടുക്കാം. ഈ ഇറച്ചിയിൽ മസാല നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ ആണ് നമ്മൾ ഈ ഇളക്കി കൊടുക്കേണ്ടത്. ഇളക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇളക്കുക. താറാവ് ഭയങ്കര സോഫ്റ്റാണ്. അപ്പം അതിൻ്റെ ഇറച്ചി ഒന്നും വേർവിട്ട് പോകാതിരിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. നല്ല സ്മെല്ലുണ്ട്. ഏകദേശം തിളച്ച് മറിയുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സിമ്മിലാക്കിയിട്ട് ഈ കറി നമുക്കൊന്ന് മൂടി വെക്കാം. എപ്പോഴും ഇറച്ചിക്കറി വെക്കുമ്പോൾ നമ്മൾ സിമ്മിലാക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ ഈ ഇറച്ചി വേകണം. ആവിയിൽ വെന്ത് കഴിഞ്ഞാൽ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഏകദേശം ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് പൊക്കി ആ ചേരുവകൾ നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇറച്ചി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വറുത്ത് വെച്ചിരുന്ന ആ കിഴങ്ങും കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും അവസാനം അതിൻ്റെ മുകളിലായിട്ട് പുതിന, കറിവേപ്പില ഇതിങ്ങനെ തിരിച്ചു കൊടുക്കും. അപ്പം ഇതിന് ശേഷം തലപ്പാൽ നമ്മൾ ഒഴിക്കും. ഇപ്പോൾ ഈ കിഴങ്ങ് വറുത്ത് ഇടുവാണ്. കിഴങ്ങിടുമ്പം നമ്മൾ ഇച്ചിരി അകത്തി ഇടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കിഴങ്ങ് വറുത്തതാണ്, പകുതി വേവിച്ചതാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് കിഴങ്ങ് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അങ്ങനെ കിഴങ്ങ് നമ്മളിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം കിഴങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് കുറച്ച് വെന്തോളും. ഇതിനകത്ത് നമുക്ക് ഗ്രേവി കൂട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ ഗ്രേവി കൂട്ടാം. അതിന് മുമ്പായിട്ട് നമുക്ക് തലപ്പാൽ ഒഴിക്കുന്നതാണ്. തലപ്പാൽ ഒഴിക്കുമ്പം ആവശ്യത്തിന് ഗ്രേവി കിട്ടുന്നതാണ്. അപ്പം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എങ്കിലും കൂടുതൽ നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ എൻ്റെ കൂട്ടത്തിലേക്ക് കഴിക്കണമെങ്കിൽ പിന്നെ ഈ ഗ്രേവി കൂടണമെങ്കിൽ അങ്ങനെ നമുക്ക് കൂട്ടാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പുതിന ഇങ്ങനെ വിതറി കൊടുക്കാം. പുതിനയുടെ മണമടിക്കുമ്പോൾ വേറൊരു സ്മെല്ലാണ്. നല്ല എല്ലാവരെയും അട്രാക്ഷൻ ചെയ്യുന്ന ഒരു സ്മെല്ലാണ്. ഒരു 3-ാം പാല് നമ്മളിങ്ങനെ തുണി കൊടുക്കുകയാണ്.
ഈ പാലിൽ ഈ ഇറച്ചിയും ഈ മസാലയും എല്ലാം കൂടി കിടന്ന് വേഗം. അത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും. രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിള വരുന്ന സമയത്ത് മൂന്നാം പാൽ, അതായത് തലപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താറാവ് കറി റെഡിയാണ്. ഏകദേശം ആദ്യത്തെ പാൽ ഒഴിച്ചപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ആ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ രണ്ടാം പാൽ ഇങ്ങനെ പതിയെ ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് ഈ രണ്ടാം പാലും മൂന്നാം പാൽ, അതായത് തലപ്പാലും കൂടെ ഒഴിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു താറാവ് കറി ഇവിടെ റെഡിയാവും. നല്ല ചാറുണ്ട്. അപ്പോൾ തേങ്ങ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് വരും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുക. തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ താറാവ് കറിയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടന്നിരിക്കുകയാണ്. നമ്മുടെ തലപ്പാലാണ്. നമ്മൾ ആദ്യം പിഴിഞ്ഞെടുത്ത തേങ്ങയുടെ പാലാണിത്. അതൊഴിച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചെറിയ ഒരു തിള വന്നു കഴിഞ്ഞുടനെ ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതെല്ലാം കൂടെ ഇടുന്നതായിരിക്കും. നമ്മുടെ കുട്ടനാട്ടുകാരുടെ പ്രധാന കറിയായ നാടൻ താറാവ് കറി ഇപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം അതിലോട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ വിതറി കൊടുക്കണം. അത് നമ്മുടെ ഈ കറിയുടെ ഒരു ടേസ്റ്റിനെ വളർത്തിയെടുക്കുന്ന ഒരു സാധനമാണ്. അതും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കറി അടിപൊളി നാടൻ കുട്ടനാടൻ താറാവ് കറിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ കുട്ടനാടൻ നാടൻ താറാവ് കറി റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡിഷിലേക്ക് മാറ്റാം. അടിപൊളി താറാവ് കറിയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അഭിപ്രായം പറയുക. അപ്പം നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ. സൂപ്പർ. അപ്പൊ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് എന്നാണ് പറയണത്. അവർ നമ്മളോട് പറഞ്ഞതും ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത ആൾ പറഞ്ഞതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇത് എല്ലാവരും കാണണം, ഫുള്ളായി കാണണം. ഞങ്ങൾക്ക് ലൈക്ക് തരണം, കമൻസ് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ. ആക്ഷൻ. നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ലേ?